അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, ആദ്യ ഒരു 4 റൗണ്ടുകൾക്ക് ശേഷം മാത്രമേ ചേലക്കരയുടെ ഫലം സംബന്ധിച്ച കൃത്യമായ സൂചനയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു ഇടങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഇടതു വലതു മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. ആദ്യ മേഖലകൾ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണെങ്കിൽ പിന്നീട് ആ രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് ചേലക്കര 1890 എന്ന് പറയുമ്പോൾ 2ാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് പക്ഷേ 1016 വോട്ടുകളുടെ ലീഡേ കിട്ടിയിട്ടുള്ളൂ. സി കൃഷ്ണകുമാറിന് ആദ്യ റൗണ്ടിൽ തേരിലേറി എന്ന് പറയുമ്പോൾ ഈ ആദ്യ റൗണ്ടിൽ ഇത്രയും മതിയോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഏതായാലും ലീഡ് നേടിയത് ഒരു പക്ഷേ പ്രേക്ഷകർ ഇത് പാലക്കാടിനെ പരിചയമില്ലാത്ത പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഓർക്കും മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ എന്തിനു നമ്മൾ അങ്ങനെ കാണണമെന്ന്. പക്ഷേ അതിന്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായതുകൊണ്ടാണ്. കാരണം പൂർണ്ണമായും 7 റൗണ്ടുകൾ വരെ BJPയുടെ മേധാവിത്വം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഇടമാണ്. അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയം അറിയാം എന്നതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. 7 റൗണ്ട് വരെ BJP ആധിപത്യം തുടരണം. അതിനുശേഷമുള്ള 3 പഞ്ചായത്തുകളും BJPക്ക് പ്രതീക്ഷയുള്ള ഇടമല്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അതിന്റെ കണക്ക് ഉൾപ്പെടുത്തിയാണ് അത്തരം നിലപാടെടുത്തത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വിജയത്തിലോട്ടടുത്തിരുന്ന ഈ ശ്രീധരനെ ഷാഫി പറമ്പിൽ അട്ടിമറിച്ചത്. അത് നമ്മൾ കണ്ടതാണ്. അത് കണ്ണാടി പഞ്ചായത്ത് പോലെയുള്ള ഇടങ്ങളാണ്. അവസാന 2 റൗണ്ടുകളിലാണ് അന്ന് ഈ ശ്രീധരന് വിജയം നഷ്ടപ്പെട്ടു പോയത്.